മാറ്റിമറിക്കാനാകുന്ന ഏറ്റവും വലിയ ആയുധമാണ് വിദ്യാഭ്യാസം. പറഞ്ഞത് നെൽസൺ മണ്ടേലയാണ്. ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള പെരിയയിലുള്ള കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഈ ക്യാമ്പസ് കാസർഗോഡ് ജില്ലയെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഈ ഒരു ക്യാമ്പസ് ഇവിടെ തുറന്നിരിക്കുന്നത്. റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി ലോകം ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ ക്യാമ്പസ് ആണിത്. കാസർഗോഡിനെ ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റാൻ കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോ ഈ ഒരു വലിയ വിശാലമായ ക്യാമ്പസിലെ വൈവിധ്യമേറിയ അനുഭവങ്ങൾ ഈ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നടന്നു കാണാം. മമ്മൂക്കയുടെ ജോസഫ് അലക്സാണ്ടർ IAS-നെയും ഭരത്ചന്ദ്രൻ IPS-നെയും ഒക്കെ സ്വപ്നം കാണുന്നവരുണ്ടാകും. ഉത്തര മലബാറിലെ കുട്ടികൾക്കായി മികച്ച ഒരു IAS പരിശീലന കേന്ദ്രം, ഒരു സിവിൽ സർവീസ് അക്കാദമി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഇവിടെ ആ സിവിൽ സർവീസ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെ ഡയറക്ടറാണ് ഷിബിൽ സർ. വെൽക്കം ടു കുനിയ. താങ്ക് യു. അപ്പൊ സാധാരണ നമ്മുടെ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് IAS-നെ കുറിച്ചോ അല്ലെങ്കിൽ സിവിൽ സർവീസിനെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നത്. അതിനുശേഷമാണ് അവർ കോച്ചിങ്ങിനോ പരിശീലനത്തിനോ ഒക്കെ പോകുന്നത്. പക്ഷെ ഇത് ഡിഗ്രിയോടൊപ്പം ഒരു ഇന്റഗ്രേറ്റഡ് സിവിൽ സർവീസ് കോച്ചിങ്, അതെങ്ങനെയാണ് ഇവിടെ സാധ്യമാക്കുന്നത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിവിൽ സർവീസ് ഫീൽഡിൽ തന്നെ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറെ അധികം ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകൾ സിവിൽ സർവീസിലും മറ്റ് ഹയർ എഡ്യൂക്കേഷനിലും വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇങ്ങനെ ഒരു ഡിഗ്രി പ്ലസ് IAS അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സിന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പലരും ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ടാണ് എഴുതിയെടുക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ PSC എക്സാം ഒക്കെ എന്ന് പറയുന്ന ഒരു ചെറിയ പുഷ്പം പോലെ എഴുതിയെടുക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ തന്നെ എവിഡൻസസ് എടുക്കുകയാണെങ്കിൽ 6 കുട്ടികൾ ഓൾറെഡി കേരളത്തിലെ പല PSC തസ്തികകളിലും റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് സൈൻ ചെയ്തുകൊണ്ട് അഡ്വൈസ് വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും ബേസ് വരുന്നത് ശരിക്കും UPSC-യുടെ സിലബസിൽ നിന്നാണ്. ഇവരിതിനെ ഡെപ്ത് ആയിട്ട് പഠിക്കുന്നതോടുകൂടി അവർക്ക് മറ്റേത് പരീക്ഷയും വളരെ എളുപ്പമാണ്. കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ളയാണ്. സർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ശൃംഖലകളിൽ ഒന്നാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിലവിൽ ഇവിടെ 7 അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഉണ്ട്, PG കോഴ്സസ് ഉണ്ട്, ഒപ്പം തന്നെ ഒരു IAS കോച്ചിങ് സെന്ററും ഉണ്ട്. പക്ഷെ ലോകം ഇന്ന് ആവശ്യപ്പെടുന്ന പല കോഴ്സുകളും ഫ്യൂച്ചറിൽ ഇവിടെ വരാനിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പുതിയ പ്രൊജക്റ്റുകളായിട്ടുള്ള കുനിയ കോളേജ് ഓഫ് ലോ വരുന്നുണ്ട്, അതേപോലെ തന്നെ കുനിയ കോളേജ് ഓഫ് ഫാർമസി, അതേപോലെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേയേറെ കോഴ്സുകൾ ഇവിടെ എത്തിച്ചേരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആയിട്ടുള്ള കൊളാബറേഷൻസ് നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു, ഇനിയും നടത്താനിരിക്കുന്നു. ഈ ഡൽഹിയിൽ
നിന്നൊക്കെയുള്ള അധ്യാപകരാണ് ഇതിന് ഏറ്റവും മികവുള്ളവര്. അപ്പൊ അത്തരത്തിലുള്ള ഫാക്കൽറ്റി, അവരുടെ എക്സ്പോഷർ അതിലൂടെ പഠിച്ചെങ്കിൽ അല്ലെങ്കിൽ പരിശീലിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സിവിൽ സർവീസിലേക്ക് ഒരു എൻട്രി ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ ഒരു ഫാക്കൽറ്റി, ഒരു ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു എക്സാമിന്, എസ്പെഷ്യലി ഈ ഒരു കണ്ടംപററി ടൈംസിൽ ഏറ്റവും നല്ലത് ഈ പരീക്ഷയിലൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കടന്നു പോയിട്ടുള്ള ആളുകൾ, ഈ പരീക്ഷയുടെ പരാജയവും ജയവും അറിഞ്ഞ കുറെ ആളുകൾ, അവർ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ കുറെ കൂടി വളരെ ഗ്രൗണ്ടഡ് ആണ്. കാരണം അവർ ഒരുപാട് നാട്ടിൽ നിന്നുള്ള കുട്ടികളെയും അവരൊക്കെ ട്രെയിൻ ചെയ്തതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഒക്കെ ഒരു ഒപ്പീനിയൻ ആൻഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മെന്റർ എന്ന് പറയുന്ന ഒരാളുടെ റോള് ഭയങ്കരമാണ്. ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഡിഗ്രിയുടെ കൂടെ തന്നെ പല ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ 2 സ്ട്രീമിലായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒന്ന് അസാപ്പ് നൽകുന്ന കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തത് LBS നൽകുന്ന കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, നാനോ ടെക്നോളജി വരുന്നുണ്ട്, റോബോട്ടിക്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് സ്കിൽസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് കൊടുത്തത് അത് ബ്രിട്ടീഷ് ഇമ്പീരിയൽ UK എന്നുള്ള സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ കുട്ടികൾക്കും ആ കോഴ്സ് നമ്മൾ കൊടുത്തു. അതായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തു. ഈ വർഷം കുറച്ചുകൂടി വിപുലമായിട്ട് കുറച്ചുകൂടി ഓപ്ഷൻസ്, ചോയ്സുകൾ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ആഡ് ഓൺ കോഴ്സുകളാണ്. ഒരു കുട്ടി ഇവിടുന്ന് ഡിഗ്രി പഠിച്ച് ഇറങ്ങുമ്പോൾ കേവലം ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറേ ആഡ് ഓൺ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടാവും. ഒരു മൾട്ടി ടാലൻറ്റഡ് ഗ്രാജുവേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കുട്ടികളെ. പിന്നെ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ 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 പെട്ടെന്നാണ്. അതെ 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 താങ്ക് യു താങ്ക് യു. ഉത്തര മലബാറിൽ നിന്നുള്ള കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് തന്നെ പോകുന്നത് പുറത്തേക്കൊക്കെയാണ്. അപ്പൊ എപ്പോഴും എന്റെ സ്വപ്നത്തിലെ ഒരു കിനാശ്ശേരിയിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇപ്പം ഈ വർഷത്തെ റിസൾട്ടുകൾ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം ഓൾറെഡി 15 കുട്ടികളോളം പ്രിലിംസ് പാസ്സാവുകയും അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ അത്തരം സ്റ്റുഡൻസ് നമ്മളെ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു അക്കാഡമിക് ബ്രില്യൻസിന്റെയും, പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാണുന്നുണ്ടാവുമല്ലോ. ഞാൻ ഡൽഹിയിൽ പോയ ആളാണ്, ട്രിവാൻഡ്രത്ത് പോയ ആളാണ്. ഇത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയിൽ ആ ഒരു ഡൽഹിയും ആ ഒരു ട്രിവാൻഡ്രം ഒക്കെ നമുക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മേഖലകളിൽ ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരു ദീർഘമായൊരു വീക്ഷണത്തിന്റെ പ്രൊഡക്റ്റ് കൂടിയാണ് കുനിയ എന്നുള്ളതാണ്. ഞാൻ ഫേംലി ബിലീവ് ചെയ്യുന്നത് വിത്തിൻ ഒരു 3-4 ഇയേഴ്സ് അവിടെ നിന്നുള്ള ആളുകൾ കൂടി ഇങ്ങോട്ട് കൂടുതൽ വരുന്നൊരു പുതിയൊരു സ്ഥലമായിരിക്കും കുനിയ എന്ന് പ്രതീക്ഷിക്കുന്നത്. കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് IT പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി ഭായിയാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പലയിടത്തും MBA പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെ ലോകത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ്, പുതിയ ബിസിനസ് സാധ്യതകൾ കണ്ടെത്തേണ്ടവരാണ്. ഇവിടെ MBA പഠിച്ചിറങ്ങുമ്പോൾ എന്താണ് ഒരു കുട്ടി സ്വായത്തമാക്കുന്നത്? സത്യം പറഞ്ഞാൽ കുട്ടി റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്ക് കാണുന്നത് ഒരു ലാസ്റ്റ് ഉള്ള ഒരു എൻഡ് യൂസർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് മുതൽ ടിൽ അതിൻ്റെ പാക്കേജിങ് കഴിഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞ് അവസാനം അതിനെ എങ്ങനെ ആമസോണിൽ അല്ലെങ്കിൽ വേൾഡ് ലെവലിലേക്ക് അതിനെ എങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ സൈഡുകളെല്ലാം അതോടൊപ്പം തന്നെ അതിൻ്റെ IT സൈഡുകളും ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പം നമ്മളൊരു 4 മാസമേ ആയിട്ടുള്ള ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ സ്റ്റുഡൻസ് ഇപ്പോഴേ ആദ്യം തന്നെ അവരിറക്കിയ കൃപ
പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മളുടെ സ്റ്റുഡൻസിന്റെ തന്നെ അവരുടേതായ വ്യക്തിമുദ്ര പതിഞ്ഞ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം. അതിന്റെ ഫസ്റ്റ് ലെവൽ മുതൽ ഒരു സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ എൻഡ് വരെ പാക്ക് ചെയ്ത് സെയിലാക്കുന്ന ഡ്യൂട്ടിയും നമ്മൾ ഇത്തവണത്തെ നമ്മളുടെ കേരള ഗവൺമെന്റിന്റെ വാണിജ്യ വ്യവസായ വകുപ്പ് നടത്തിയിരുന്ന എക്സിബിഷനകത്ത് നമ്മളുടെ സ്റ്റുഡൻസ് തന്നെയാണ് അത് പോയി സെയിലാക്കിയത്. അപ്പോൾ നമുക്ക് ഒരു റിയൽ വേൾഡ് എക്സ്പോഷർ കൂടി നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നതോടൊപ്പം സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ല സ്റ്റുഡൻസിനെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ. ഞാൻ അതോടൊപ്പം തന്നെ കേട്ടു, ഈ പറയുന്ന പ്രോഡക്ട്സ് അത് ഗുണനിലവാര പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിപണിയിലേക്ക് എത്തുന്നത്. മാത്രമല്ല അതിന്റെ ലാഭം എത്തിച്ചേരുന്നത് ആവശ്യത്തിലിരിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്കാണ് അല്ലേ? അത്യാവശ്യത്തിന് മാത്രമാണ്. ക്രിയാത്മകതയും പരിസ്ഥിതി ബോധവും സാമൂഹിക ഉത്തരവാദിത്വവുമുള്ള ആഗോള പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ വലിയ ക്യാമ്പസ് പടുത്തുയർത്തിയിരിക്കുന്നത്. അനുദിന വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാണിത്. ഇന്ന് ഞാൻ പോയി അടുത്തയാഴ്ച വന്നു കഴിഞ്ഞാൽ പുതിയൊരു നിർമ്മാണം ഇവിടെ കാണാം. അങ്ങനെ നിർമ്മിച്ച് ആഗോള പൗരന്മാരെ സൃഷ്ടിക്കുകയും മാത്രവുമല്ല ഇന്ത്യയുടെ വടക്കു നിന്നും തെക്ക് നിന്നും എല്ലാ ഭാഗത്തു നിന്നും, ഡൽഹിയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വരട്ടെ. അങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സുഗന്ധവുമായി അവർ ലോകമെമ്പാടും പരക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണ്. താങ്ക് യു.